ഡോക്ടർ നാരായണൻ നായർ അവർകളെയാണ്. അദ്ദേഹം ഈ പുനലൂർ മേഖലയെ IMA പ്രസിഡൻ്റാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. അടുത്തതായി നമ്മുടെ ബഹുമാന്യനായ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ എക്കോ ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രൈബൽ വെൽഫെയർ അവർകളാണ് ശ്രീ ജസ്റ്റിൻ മോഹൻ സാറ്. ആദിവാസികളുടെ ക്ഷേമത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ്, പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. ഈ മെഡിക്കൽ ക്യാമ്പ് തന്നെ അതിൻ്റെ പിന്നിലുള്ള ഒരു ബുദ്ധികേന്ദ്രം അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ 12ഓളം ഇത് 12ാമത്തെ മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. 3-4 കാര്യങ്ങളാണ്. അത് എല്ലാവരുടെയും വെയിറ്റ് എടുക്കാം, BP നോക്കാം, ബ്ലഡ് ഷുഗർ ആവശ്യമുള്ളൂ, ബ്ലഡ് ഷുഗർ നോക്കാം, പിന്നെ കിഡ്നി അസുഖങ്ങളുണ്ടോ എന്നുള്ളത് നോക്കാൻ യൂറിൻ ആൽബുമിൻ നോക്കാം, പിന്നെ നമുക്ക് കണ്ണ് പരിശോധിക്കാം. ഇത്രയും ആൾക്കാർക്ക് നമുക്ക് എന്തെങ്കിലും കിടത്തി ചികിത്സകൾ ചെയ്യാൻ ആവശ്യമുള്ളതാണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാം ഇൻഷുറൻസ് പരിരക്ഷയുള്ള എല്ലാവർക്കും വേണ്ട ഈ ചികിത്സ ഞങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ ചെയ്യാം. കാരണം എൻ്റെ ആശുപത്രിയിലെ എല്ലാ സൗകര്യങ്ങളും നമ്മളിത് കൊടുക്കാം. ഈ സ്നേഹഹസ്തം പദ്ധതി ഇവിടെ മഹാത്മാഗാന്ധിയുടെ സ്മാരക ദിനത്തിൻ്റെ ഭാഗമായി കേരള വനവകുപ്പ് ജനുവരി 31-ാം തീയതി തുടങ്ങിയ പദ്ധതിയാണ്. ബഹുമാനപ്പെട്ട വനവകുപ്പ് മന്ത്രിയും പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് ഇത്. ഇതിന് നേതൃത്വം നൽകുന്നത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ചാപ്റ്ററാണ്. ഇതിന് പിന്തുണ നൽകുന്നത് നമ്മുടെ ST ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, പട്ടികവർഗ വികസന ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ കേരള ആരോഗ്യ വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റുമാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ 11 മെഡിക്കൽ ക്യാമ്പ് വിവിധ ജില്ലകളിൽ നടത്തിയിട്ടുണ്ട്. ഇത് 12ാമത് ക്യാമ്പാണ്. ഇതാണ് മോസ്റ്റ് ഗ്രാൻഡ് ക്യാമ്പായിട്ട് ഞാൻ നോക്കുന്നത്. വളരെ ഗ്രാൻഡ് ക്യാമ്പാണ് ഇത്. ഞാൻ ഇത്ര ഗ്രാൻഡ് ഫംഗ്ഷൻ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ എടമലക്കുടിയിൽ വെച്ച് ഒരു ക്യാമ്പ് നടത്തി. അതിൽ 23 കുടിക്കാർ ക്യാമ്പിൽ പങ്കെടുത്തു. 210 പേഷ്യൻസ് നമ്മുടെ IMA ഡോക്ടർമാർ ട്രീറ്റ് ചെയ്തു. ഇന്ന് ഏകദേശം 300 വ്യക്തികൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള ഡോക്ടേഴ്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാം ഹൈലി സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സാണ്. നിലവിൽ പല മേഖലയിൽ ഈ ട്രൈബൽ കുടികളിലുള്ള ക്യാമ്പുകൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നടത്തി വരുന്നു. പക്ഷേ ഇത് സ്പെഷ്യൽ ക്യാമ്പാണ്. കാരണം ഇതിൽ പങ്കെടുക്കുന്ന ഡോക്ടേഴ്സ് എല്ലാം സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സാണ്. ഒറ്റ ക്യാമ്പിൽ തന്നെ നമുക്ക് കണ്ണിൽ ഏതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കാണാൻ പറ്റും. വയറുവേദന ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് ഒറ്റ ക്യാമ്പിൽ നമുക്ക് പരിഹാരം കാണാനുള്ള ഒരു സാധ്യത ഈ സ്നേഹഹസ്തം പദ്ധതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 100 ട്രൈബൽ സെറ്റിൽമെൻറ്റുകളിൽ മെഡിക്കൽ ക്യാമ്പ്. ഇപ്പം നമ്മൾ ഇത് അതാണ് ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു വ്യത്യാസം. നമ്മൾ പണ്ട് ഇതേപോലെ ഞാൻ തെന്മലയിൽ ഇരുന്നപ്പോൾ ശരി, റാണിയിൽ ഇരുന്നപ്പോൾ ശരി, ഇദ്ദേഹം മൂന്നാർ, എല്ലാവരും ഇവിടെ DFO ആയിട്ട് ഇരുന്ന സമയങ്ങളിൽ ഒരുപാട് ട്രൈബൽ ക്യാമ്പുകൾ, കൊച്ചു ട്രൈബൽ ക്യാമ്പുകൾ നമ്മൾ നടത്താറുണ്ട്. ഇപ്പോൾ നമ്മുടെ നാരായണൻ സാർ പറഞ്ഞതുപോലെ ഈ എല്ലാ വർഷങ്ങളും ഒരു ട്രൈബൽ ക്യാമ്പ് നടക്കും. പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് എന്ന് പറയുന്നത് അത് ക്ലിയർ കട്ടായിട്ട് ആർക്കും പുറത്തറിയത്തില്ല. എത്ര പേർക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, എന്തെന്ത് അസൗകര്യങ്ങൾ കണ്ടെത്തി, എത്ര പേര് ട്രീറ്റ്മെൻറ്റ് എടുത്ത് നന്നായിട്ട് ഇന്ന് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, അതുകുറിച്ച് നമുക്കറിയത്തില്ല. ഇപ്പോൾ ഈ പരിപാടി എന്ന് പറയുന്നത് ജനുവരി 31, 2024 തുടങ്ങി നമ്മുടെ വനവകുപ്പ് മന്ത്രി തുടങ്ങി വെച്ചതാണ്. കേരള മുഴുവതും, അതായത് ഇവിടെ മാത്രമല്ല, ചുറ്റി കേരള ആറളത്തിൽ തുടങ്ങി എല്ലാ സ്ഥലത്തും ചുറ്റി ഇപ്പോൾ ഇന്ന് ഇവിടെ നടക്കുന്നുണ്ട്.
ഇത് ഇടയ്ക്ക് ഒരു എവറി ഒരു 15 ദിവസം ഇടയ്ക്കും ഒരു 20 ദിവസം ഇടയ്ക്കും അവിടെ എന്തോ ഒരു ഇത് കണ്ട് അവിടുത്തെ സിറ്റുവേഷൻ കണ്ട് ഈ പരിപാടി ഡോക്ടർ ഹേമ ഫ്രാൻസിസ് എല്ലാ സ്ഥലങ്ങളും പോയി. സാറും മിക്കവാറും തിരുവനന്തപുരത്ത് നിന്ന് എല്ലാ സ്ഥലത്തിലോട്ടും പോയി. ഇപ്പോൾ 3 ദിവസത്തിന് മുൻപ് അവർ ഇടമലക്കുടി ഒരു 30-40 കിലോമീറ്റർ വനത്തിനകത്ത് റോഡില്ലാത്ത സ്ഥലത്തിൽ തന്നെ പോയി എത്തിച്ചേർന്ന് അവിടെ പോയിട്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റ് നടത്തി വന്നിട്ടുണ്ട്. ഈ കൊല്ലത്തിൽ തന്നെ നമ്മൾ അച്ഛൻകോയിലിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസം നടത്തിയപ്പോൾ അവിടെ സാറ് പറഞ്ഞതുപോലെ 2 കുട്ടികൾക്ക് അസൗകര്യം കണ്ടുപിടിച്ചു. അതിൻ്റെ ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു സംവിധാനം നമുക്ക് വേണ്ടി ഇവർ തന്നെ IMA-യും റോട്ടറി ക്ലബ്ബ് കൊല്ലമും ചേർന്ന് കോപ്പറേറ്റീവ് മെഡിക്കൽ ഹോസ്പിറ്റൽ അവർക്ക് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും സാർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ DFO ഷാനവാസ് പറഞ്ഞു, സാർ ഇവിടെയും കുറേ ആളുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് തുടർ ചികിത്സയ്ക്ക് വേണ്ടി. വളരെ സന്തോഷം. ഇനി നമ്മൾ എത്രയോ കാര്യങ്ങൾ ഒരു ദിവസം രാവിലെ എഴുതോടെ നമ്മൾ ചിന്തിക്കും. ഇന്ന് നഴ്സറിയിലോട്ട് പോയാൽ നമുക്ക് ജോലിയുണ്ടോ, ഇവിടെ അരി ശർക്കര ഉണ്ടോ, ആരെങ്കിലും ഫയർ ലൈൻ വർക്കുകൾ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ, എന്തെങ്കിലും ഒരു അസൗകര്യം ഉണ്ടെങ്കിലും നമ്മൾ അതേക്കുറിച്ച് ശ്രദ്ധിക്കത്തില്ല. നാണ് ശരി പറയാൻ നാണ് അങ്ങനെയാണ്. ഇപ്പം നമുക്ക് ഒരു ചെറിയൊരു തലവേദന നമ്മൾ അതേക്കുറിച്ച് ഒന്നും ശ്രദ്ധിക്കത്തില്ല, പോവാം. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു എന്താ പറയുക ഒരു നമ്മുടെ സ്റ്റേറ്റ് ലെവലിലെ ഒരു പരിപാടി നമ്മൾ ഒരു മൈക്രോ മാനേജ്മെൻറ്റിന് പറയും. അതായത് മേളിൽ നിന്ന് താഴോട്ട് ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റിനെ കുറിച്ച് അവിടെ ഉള്ള ഹെൽത്ത് ആരോഗ്യം എങ്ങനെ ഉണ്ട്, അവരെല്ലാം സുഖമായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇഷ്യൂസ് ഉണ്ടോ. ഇപ്പോൾ നമുക്ക് അസൗകര്യം ഉണ്ടായാലും ശരി നമ്മൾ പുറത്ത് പറയത്തില്ല, നമ്മളത് നമ്മളെ മനസ്സിൽ വെച്ചുകൊണ്ട് പോകും. എത്ര കാലം ജീവിക്കാം പോട്ടെ, അങ്ങനെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി ഇനി മാറ്റം വേണം. ഇവിടെ തുറന്ന് പറയുക, നമ്മൾ ഒരുപാട് ഇവിടെ ഡോക്ടർമാർ എത്തിയിട്ടുണ്ട്, 25ഓളം ഡോക്ടർമാരോട് എത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അസൗകര്യങ്ങൾ തുറന്ന് പറയുക. ഇവിടെ നിന്ന് തുടർ ചികിത്സ ആവശ്യമുണ്ടെങ്കിലും ഇവർമാർ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ ലിസ്റ്റിൽ തന്നെ നിങ്ങൾ പേര് ഉൾപ്പെടുത്താം. ഏതൊരു ഇഷ്യൂ ആണെങ്കിലും നമ്മളത് നോട്ട് ചെയ്യും. നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസ് നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടെ ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു വിഷമവും വേണ്ട. ഈ ക്യാമ്പ് ഇന്നുകൊണ്ടോ ഈ വർഷം കൊണ്ടോ നമ്മൾ നിർത്താനും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇത് നമ്മൾ ഫോളോ അപ്പ് കണ്ടിന്യൂ ചെയ്യത്തന്നെ ചെയ്യും. പക്ഷേ നിങ്ങൾ ഓരോരുത്തരുടെ സഹകരണമാണ് നമുക്ക് വേണ്ടത്.